നാലാം മാസം ഇങ്ങോട്ട് ആയാൽ ഒന്ന് പോട്ടെ, രണ്ടാം നോമ്പ് ഇങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ആൾക്കാർ നടക്കാൻ തുടങ്ങും. സക്കാത്തിന് അത് പാടില്ല. സക്കാത്തിന് 1 മുതൽ 30 വരെ നടക്കുക. ഈ പിച്ചക്കാർ നടക്കണ മാതിരി 1 മുതൽ 30 വരെ നടക്കുക പൈസക്ക് വേണ്ടിയിട്ട്. സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാന്നറിയോ? 27-ാം രാവിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അന്ന് ആൾക്കാർ നടക്കണോണ്ട് കുഴപ്പമില്ല. പിന്നെ സക്കാത്ത് ശരിക്ക് കൊടുക്കേണ്ടത് പള്ളിയിൽ വെച്ചിട്ട് സുബൈ നിസ്കാരം കഴിഞ്ഞാൽ ഓരോ കവറിലിട്ടിട്ട് അങ്ങോട്ട് കൊടുക്കുക ഓരോരുത്തർക്കും. അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഈ 30 നോമ്പും വരെ ഈ ഒന്നാമത്തെ നോമ്പ് മുതൽ 30 വരെയും ആൾക്കാർ നടന്ന് എല്ലാ വീട്ടോളും നടന്ന് കജ്ജാട്ടുക. ഈ പിച്ചക്കാരുമാതിരി. എന്താ അതിൻ്റെ ആവശ്യം? എന്താ ഇവൽക്കൊക്കെ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. ഇവൽക്കൊക്കെ പണിക്കൊയ്ക്കൂടെ? നോമ്പി വരെ ഒരു പണിയെടുത്തു. നോമ്പിന് പണിയില്ല എന്നുണ്ടെങ്കിൽ, റമളാൻ മാസം കാലത്ത് പണിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കണം ആ ഒരു മാസം. അല്ലാതെ നോമ്പ് 1 മുതൽ 30 വരെ എല്ലാ വീട്ടോളും നടന്ന് കൈ കാട്ടി സക്കാത്ത് വാങ്ങലല്ല സക്കാത്ത് എന്ന് പറയുന്നത്. 25-ാം രാവിന് മാത്രം എല്ലാ വീട്ടോളും പോയിട്ട് സക്കാത്ത് വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അതുമല്ല, പള്ളിയിൽ വെച്ച് കൊടുക്കുക. സുബൈ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ കവറിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട കയ്യിൽ വെച്ച് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. എത്രയോ ആൾക്കാർ വെറുതെട്ടിട്ടും ഓരോ ഇതിട്ടിട്ടും വരുന്നു. പല നാട്ടിൽ നിന്നും വരുന്നവർ എല്ലാ പെരയിലും കയറിയിട്ട് വാങ്ങുക. ചിലവർക്ക് നോമ്പുണ്ടാവും, ചിലവർക്ക് നോമ്പുണ്ടാവില്ല. നോമ്പ് 1 മുതൽ 30 വരെ ഇതന്നെ പണി. അന്ന് പണിക്കൊന്നും പോലെ ആരും പോവൂല. എന്താപ്പത്?